കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമി. ഇത് പ്രവാസിയുടെ സ്വപ്നഭൂമി. നാട്ടിലെല്ലാവർക്കും ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഒരല്ലലും അറിയാതെ വളർന്നു വരുന്ന ഒരു തലമുറയുമുണ്ട്. എന്റെ പപ്പ ഗൾഫിൽ കാശ് കായ്ക്കുന്ന മരത്തിന്റെ പ്രൊപ്പറേറ്റർ ആണെന്നും കരുതി ജീവിതം ആഘോഷിക്കുകയാണവർ. Hey dude, that's cool. ഫോൺ കൊള്ളാലോ. It's quite outdated man. 6 മാസം മുന്നേ പപ്പ ലീവിന് വന്നപ്പോ വാങ്ങിയതാ. It's time to change. ഇത് മക്കളുടെ ലോകം. ഇവരുടെ പ്രവാസി പപ്പമാർക്കും ഒരു ലോകമുണ്ട്. ജോസഫേ, നീ ഇന്നെങ്കിലും ഞങ്ങളുടെ കൂടെ കറങ്ങാൻ വാ. ഫുഡിന്റെ കാശ് ഞങ്ങൾ കൊടുത്തോളാ. ഞാനില്ല രാഘവേട്ട. എന്റെ മൂത്ത മോൻ കിരൺ ഇപ്പോ വീഡിയോ ചാറ്റിൽ വരും. സ്വന്തം മോനെ കാണിക്കാനാണ് നീ പാകാവാത്ത കോട്ടുണ്ടായിയൊക്കെ ഇട്ട് പാടത്ത് കോലം വെച്ച പോലെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കയറിയിരിക്കണേ? അതല്ല രാഘവേട്ട, ഇന്ന് ചാറ്റിൽ അവന്റെ കുറച്ച് പുതിയ ഫ്രണ്ട്സും വരുന്നുണ്ട്. നല്ല വേഷത്തിൽ നിന്നില്ലെങ്കിൽ അവന് ദേഷ്യം വരും. അയ്യോ ദേ അവൻ വന്നു. അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാനായിട്ട് എന്തൊക്കെയോ അവന് എഴുതി തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ പേപ്പർ എവിടെ? കിട്ടി. Hey dad, what's up? ഈ ചെറുക്കൻ ആകെ തൊലച്ചല്ലോ. ഈ വാട്സ്ആപ്പ് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്. യുവർ അപ്പൻ ഈസ് റിയലി വാട്സ്ആപ്പ് യു ഗുയ്സ്. അല്ല ഗൈസ്. Yeah, cool uncle. We're just fine. ഓ യോ മക്കളെ. അയ്യോ, പപ്പ ഇവിടത്തെ ജോലിയൊക്കെ മതിയാക്കി അങ്ങ് വരുവാടാ മക്കളെ. ഇനി പപ്പ എന്നും അവിടെ കാണും കേട്ടോ. Do you know what, Papa? That's not a good idea. അങ്ങനെ ആ പപ്പ മകന്റെ മുറുമുറുപ്പ് നോക്കാതെ നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ടും പ്രവാസ ജീവിതം സമ്മാനിച്ച കുബൂസിനോടുള്ള ഇഷ്ടം പപ്പായ്ക്ക് മാറ്റിവെക്കാനായില്ല. നാട്ടിലെ വീട്ടിൽ തീന്മേശയിൽ കുബൂസ് നിറസാന്നിധ്യമായിരുന്നു. ഇത് പപ്പയുടെ മകൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവുമായിരുന്നു. അവന്റെ ടീനേജുകാരായ ഫ്രണ്ട്സിന് വീട്ടിൽ നൽകിയ വിരുന്നിനും പപ്പ കുബൂസ് വിളമ്പി. ആ ദിവസം Oh, Papa, I've told you 1,000 times, we don't need this down market kubus in this house. Just throw it away. തീന്മേശ മര്യാദ പോലും നോക്കാതെ മകൻ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ കുബൂസ് വച്ച് തന്നെ ആ പപ്പ മകനെ ജീവിതം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. നാട്ടിലെത്തിയിട്ടും കുബൂസിന്റെ രുചി മറക്കാനാകാത്ത പ്രവാസി പപ്പ മകൻ കുബൂസിനെ അധിക്ഷേപിച്ചുകൊണ്ട് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ അതിന് മറുപടി നൽകിയത് 1 മാസത്തിന് ശേഷമാണ്. That's huge. That is a biggie. It's out of here. മോനേതാ നിന്റെ ടിക്കറ്റ്, വിസ? ഇത് നിനക്ക് അവിടെ ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ. നാളെ നീ ദുബായിലേക്ക് പോവുകയാണ്. എന്താ പപ്പ ഇത്? എന്നോടൊരു വാക്ക് ചോദിക്കാതെ. മോനോട് ചോദിച്ചിട്ടല്ലല്ലോ മോന് ഞാൻ കണ്ണനെന്ന് പേരിട്ടത്. മോൻ പോയി വാ. പിന്നെ ഒരു കാര്യം, 1 വർഷമെങ്കിലും ഗൾഫിൽ ജോലി ചെയ്യാതെ മടങ്ങി വന്നാൽ പിന്നെ മോൻ പപ്പ എന്നെ വിളിച്ച് പിന്നെ ബുദ്ധിമുട്ടണമെന്നില്ല. പാക്ക് യുവർ ബാഗ്സ്. അതൊരു മധുര പ്രതികാരമായിരുന്നില്ല. മകന് ജീവിതം പഠിപ്പിക്കാനുള്ള ഒരു എക്സ് പ്രവാസി പപ്പയുടെ എളിയ ശ്രമം മാത്രമായിരുന്നു. പപ്പയുടെ സുഖേനായ മകൻ ഗൾഫിൽ ഒരു സാധാരണ ജോലി ചെയ്യുവാൻ നിർബന്ധിതനായി. മാസങ്ങൾ പിന്നിട്ടു. പപ്പയുടെ മകന്റെ ലൈഫ് സ്റ്റൈൽ മാറി മറിഞ്ഞു. അതെ ചേട്ടാ, ഒരു 5 പാക്കറ്റ് കുബൂസും 1/2 ലിറ്റർ വെള്ളവും ഒന്ന് വേഗം എടുത്തേ. ഹലോ പപ്പ, എന്താ വിളിച്ചേ? ഇല്ല പപ്പ, കഴിക്കാൻ പോവാ. കുബൂസ്, പപ്പയുടെ സ്വന്തം കുബൂസ്, ഇപ്പൊ എന്റെയും. ഐ എം സോറി പപ്പ. നീ പഠിക്കേണ്ടത് പഠിച്ചു. ഇനി നീ തിരിച്ചു പോരെ. മതി. നീയും ഇനി ജീവിതകാലം മുഴുവൻ അവിടെ നിൽക്കണ്ട. നോ പപ്പ, ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാശുണ്ടാക്കണം പപ്പ. നോക്കിക്കോ, ഞാൻ ഇവിടെ ജയിച്ചു കാട്ടും. ഒരിക്കൽ ഗൾഫുകാരനായാൽ പിന്നെന്നും അവൻ ഗൾഫുകാരൻ തന്നെ. കാലാവസ്ഥയുടെ മാറ്റം അറിയിച്ചുകൊണ്ട് മണൽക്കാറ്റ് ശക്തമായി വീശുന്നു. പപ്പയുടെ സ്വന്തം കണ്ണനെ പോലെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്നങ്ങൾ ആ കാറ്റിനേക്കാൾ വേഗതയിൽ ലക്ഷ്യത്തിലേക്ക് യാത്രയാകും.